അതേ പ്രത്യേകതയുള്ള സ്ഥലം. അരീക്കൽ കുന്ന് വെള്ളച്ചാട്ടം അടിപൊളിയാണ്. മഴക്കാലത്താണ് ഇത് കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. നല്ലോണം പെയ്താണ്. മഴക്കാലത്ത് പ്രകൃതി നമുക്കായി ഒരുക്കുന്ന ചില അത്ഭുത കാഴ്ചകളുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ച തേടിയാണ് ഇന്ന് എൻ്റെ യാത്ര. അപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ ചെറു കുന്നിൻ്റെ പേര് അരീക്കൽ കുന്ന് എന്നാണ്. അപ്പോൾ ഒരല്പ ദൂരം ഈ കുന്നിന് മുകളിലേക്ക് കയറിയാൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. അരീക്കൽ കുന്ന് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അരീക്കൽ വെള്ളച്ചാട്ടം. അതിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ കടന്നു പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് അമ്പനാട് എന്ന പ്രകൃതി മനോഹരമായ ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടങ്ങൾ തേടി നമ്മൾ പല നാടുകളിലേക്കും പോകാറുണ്ട്. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മിക്കവാറും ആർക്കും അറിയില്ല. ഇത് മുരിങ്ങേരി UP സ്കൂൾ. ഇവിടുന്ന് ഇടത്തോട്ടാണ് വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്നത് മുരിങ്ങേരി UP സ്കൂൾ. അപ്പോൾ ഇതിന് മുന്നിലായിട്ടൊരു ചെറിയ കട കാണാം. അപ്പോൾ അവിടെ ചോദിച്ചാലും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. സ്ഥലം കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് അമ്പനാട്. അവിടുന്ന് കുറച്ച് ദൂരം പോയാലാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുക. മുരിങ്ങേരി സ്കൂളിൻ്റെ തൊട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. നിങ്ങളെ പേരെന്നാ? ശൈലേച്ചോടി ചോദിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ശൈലേച്ചോടി ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആൾക്കാർ വരലുണ്ട് ഒരുപാട്? അതെ. എനിക്കൊന്ന് ശനി ഞായർ അല്ല അവധി ദിവസമായിരിക്കും കുറച്ച് ആൾ കൂടുതൽ വരും. ഒരു കൊടുങ്കാടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയാണ്. നല്ല കാടാണ് ഇരുവശത്തും. ജനവാസം നന്നേ കുറഞ്ഞ സ്ഥലമാണ്. ചുറ്റിനും കാടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പം അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാം. നല്ല പ്രകൃതി ഭംഗിയാണ്. ഒരു ഒറ്റപ്പെട്ട സ്ഥലം. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിക്കടുത്ത അമ്പനാടെന്ന് വലത്തോട്ട് തിരിഞ്ഞു വരണം. അഞ്ചരക്കണ്ടി ചാലോട് റോഡിൽ ആണ് ഈ സ്ഥലം വരുന്നത്. ഇതുണ്ടോ, നല്ലൊരു വനമേഖലയുടെ അതേ പ്രത്യേകതയുള്ള സ്ഥലം. എങ്ങ് നോക്കിയാലും കാടാണ്, ഭയങ്കര കാടാണ്. യോദ്ധയിൽ ജഗതി പറയുന്നില്ലേ, ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഫേമസ്, അതാണ് ഓർമ്മ വരുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. നേരത്തെ കേട്ടതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഞാൻ ഇറങ്ങി വന്ന വഴിയാണിത്. ഈ ഒരു ഭാഗം കണ്ട കൊടുങ്കാട് മാതിരിയുണ്ട്. പക്ഷേ നേരെ തിരിഞ്ഞ് ഒരു റെസിഡൻഷ്യൽ ഏരിയ, വീടുകൾ നമുക്ക് കാണാം. തൊട്ട് താഴെ ഒരു കുന്നിൻ്റെ ഒരു താഴ്വാരം. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കൂടിയാണ് വഴി. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഒറ്റയടി പാത പോലെയാണ്. പേര് അരീക്കൽ കുന്ന്. അരീക്കൽ കുന്നിൽ കയറിയാലാണെന്ന് തോന്നുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം കാണുക. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നോക്കാം, അങ്ങോട്ട് നടന്നു നോക്കാം. ഈ വെള്ളച്ചാട്ടം മനുഷ്യനെ എന്നും ഹരം പിടിപ്പിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ വലത്ത് സൈഡിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. വലിയ പുഴയൊന്നുമല്ല, ഒരു ഇടത്തരത്തിലുള്ള തോടാണ്. അപ്പോൾ ആ തോട്ടിലാണ് വെള്ളച്ചാട്ടം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോടിൻ്റെ ഒരു കുതിച്ചു പായലാണ് ഈ ശബ്ദം. നമുക്ക് ഈ ശബ്ദം കേൾക്കാം. വലത് സൈഡാണ് തോടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാൻ നല്ല ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും, എന്നാലേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തെ മറികടന്നുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, മഴക്കാലത്ത് മാത്രമേ ഇത്, നല്ല മഴയുള്ള സമയത്ത് മാത്രമേ ഇത് ഇത്രയും ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്.
നോക്കിയാൽ അവിടെ ഒന്നുമില്ല ക്ലിപ്പ് ഉണ്ടില്ല തോന്നുന്നു. അരീക്കൽ കുന്ന് വെള്ളച്ചാട്ടം, അരീക്കൽ കുന്ന് വെള്ളച്ചാട്ടം അടിപൊളിയാണ്. മഴക്കാലത്താണ് ഇത് കുറച്ചുകൂടി ആക്റ്റീവ് ആവുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് തോർത്തും ഒക്കെ ആയിട്ട് വരിക. പിന്നെ അതുപോലെ ഇത് തീർത്തും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. പ്രകൃതിയെ നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതെ പരമാവധി നമ്മളിതിനെ ശുചിയായി വെക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതിഗംഭീരമാണ്, അടിപൊളി സ്ഥലമാണ്, ഒരു സംശയവുമില്ല. പക്ഷേങ്കിൽ നല്ല മഴയുള്ള സമയത്ത് വരണം. മഴ കുറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അളവ് കുറയും. മഴ എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം വെള്ളച്ചാട്ടത്തിന് ശക്തി ഉണ്ടാവും. മഴക്കാല യാത്ര അഥവാ മൺസൂൺ യാത്രയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ അരീക്കൽ കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അമ്പനാട്, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് അമ്പനാട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വരണം. അവിടെ വന്നാലും മുരിങ്ങേരി UP സ്കൂളിൻ്റെ അടുത്ത് നിന്ന് പിന്നെയും ഇടത്തോട്ട് വന്ന് കുറച്ച് ദൂരം വന്നാലാണ് ഈ വെള്ളച്ചാട്ടം കാണാനാവുക. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. പക്ഷേ മഴയുള്ള സമയത്ത്, നല്ല മഴയുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായി വെള്ളച്ചാട്ടമായി രൂപാന്തരപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ചെറിയ ഒരു അരുവിയായിട്ട് ഒഴുകുകയാണ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.